ഇത്തവണ ഞാൻ എറണാകുളത്ത് മെറ്റീരിയൽ എടുക്കാൻ പോയ ടൈമിൽ 60 രൂപയ്ക്ക് കിട്ടിയ ഒരു 1.5 മീറ്ററിൻ്റെ ബിറ്റ് പീസായിരുന്നു ഇത്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് തയ്ച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് എടുത്തതെങ്കിലും ഇത് പക്ഷേ ഞാൻ എനിക്ക് തന്നെയാട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. പിന്നെ ഈ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സ്ലീവിന് എനിക്ക് കുറച്ച് പീസ് മാത്രമേ ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനതൊരു ഹാഫ് സ്ലീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയലിൽ ആ ഒരു പിങ്കിൻ്റെ കൂടെ ചെറിയൊരു പിസ്ത ഗ്രീൻ കളറിലുള്ള ലൈൻസും കൂടിയൊക്കെ ഇടക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളർ കൂടി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോളർ പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കണത്. അതിൻ്റെ ആണെങ്കിൽ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതൊരു പ്ലെയിൻ ആയിട്ട് ഇരിക്കണ കാരണം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും സിമ്പിളായിട്ടൊരു ആ ഒരു പിങ്ക് കളറിൽ എന്തെങ്കിലും ചെറിയൊരു വർക്ക് കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ആ ഒരു ഫ്രെയിമൊന്നും ഇടാതെ തന്നെ നമ്മുടെ മിഷ്യത്തിൽ ചെറുതായിട്ടൊരു വർക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത് നോർമൽ സ്റ്റിച്ചിങ് മെഷീത്തിലാണ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ധാരണ വരരുത്. ഇത് നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ തന്നെ ചെയ്ത ഫ്രെയിമൊന്നും ഇടാതെ ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത്. ചെറുതായിട്ടാണെങ്കിൽ ആ ഒരു വർക്ക് വന്നപ്പോഴേക്കും ടോപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാറ്റേൺ വരക്കാതെ ചെയ്തത് കൊണ്ടിട്ട് വർക്കും 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.